ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഗ്രിൽ ചിക്കൻ. ഞാനും സുൽത്താനായും ആദ്യമായിട്ട് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് അനിയന്മാരെയൊക്കെ വിളിച്ച് കേട്ടോ. അങ്ങനെ അനിയന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുക ഞങ്ങൾ കണ്ടോ. കട്ട ചുമന്നുകൊണ്ട് പോകുന്ന പോക്ക് കണ്ട. ഇതൊന്നും എപ്പോഴും കാണാൻ പറ്റിയ കാഴ്ചയല്ല കേട്ടോ. അങ്ങനെ അനിയൻ ഒരു കട്ട മേളിൽ കൊണ്ടുവച്ചിട്ട് ഷെയ്ഡിൻ്റെ മണ്ടയിൽ സൺഷെയ്ഡിൻ്റെ മണ്ടയിൽ ഇറങ്ങി നിന്നിട്ട് ഒരാൾ താഴ്ന്ന് കൊടുത്ത് അങ്ങനെയൊക്കെ മുകളിലെത്തിച്ച് പിന്നെ അതിന് ശേഷം അടുപ്പ് കൂട്ടാനുള്ള പരിപാടി. ഞാനും സുൽത്താനായും കരിയും കരിയില്ലേ ചാർക്കോൾ, ചാർക്കോളും പിന്നെ മസാല പുരട്ടിയ സാധനങ്ങളും ഇത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ മുകളിലെത്തിച്ചു കേട്ടോ. മുകളിലിട്ട് ചെയ്യാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ താഴെ ആയ പണിയിട്ടും. പിന്നെ ഗ്രില്ല് ഞങ്ങൾ ഉദ്ദേശിച്ച ആളെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ആ ആൾ ആർക്കോ എടുത്തു കൊടുത്തു സാധനം, പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ കിടന്നൊരു കമ്പി തേച്ച് കഴുകി മിനുക്കി എണ്ണയൊക്കെ തേച്ചെടുത്ത് അടിച്ച് പരത്തി മുറിച്ചെടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങളിതെല്ലാം കൊണ്ട് മേലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തെ അനിയൻ പകുതി കട്ട പറക്കി അടുക്കി വെച്ചു. പിന്നെ എല്ലാ കട്ട ഇറക്കി അടുക്കി വെച്ച് അങ്ങനെ ഞാൻ സുൽത്താൻ ഇച്ചിരി ഷോപ്പൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നീട് കട്ടയൊക്കെ വെച്ച് കരിയൊക്കെ ഇട്ട് 4 സൈഡും കൂട്ടി വെച്ച് അങ്ങനെ തീ കത്തിക്കാനുള്ള പുറപ്പാട്. കത്തിച്ച് ഒരു രക്ഷയില്ല. പേപ്പറും തീർന്ന് എല്ലാം തീർന്ന് അവസാനം എണ്ണ ഒഴിച്ച്, എണ്ണയല്ല മറ്റേ സാധനം, പേര് മറന്നു കേട്ടോ. ആ സാധനം ഒഴിച്ച് കത്തിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒഴിക്കട്ടോ. ചിരട്ടയും കനലും കാര്യങ്ങളെല്ലാം ഇട്ട് ഞങ്ങൾ നോക്കൂത്തിയാലെ പോലെ വയ്ക്കുക. ഞങ്ങൾക്ക് നോട്ടക്കൂലി മതി കേട്ടോ. അങ്ങനെ അവരെ കൊണ്ടായിട്ടോ കഷ്ടപ്പെടുത്തിക്കുന്നേ. അങ്ങനെ മറ്റേ പേര് കിട്ടി ടിന്നർ. അങ്ങനെ നമ്മുടെ മസാല പുരട്ടി ചിക്കനൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെ എൻ്റെ സുൽത്താനയുടെ ഐഡിയ ആയിപ്പോയി. ഈ അടുപ്പ് കത്തിയത് 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതിൻ്റെ പാടൊന്നും വേറെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പിന്നെ അനിയന്മാർ ഇന്നങ്ങ് ചെയ്ത്. പിന്നെ അനിയൻ മറ്റേ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തീയൊക്കെ കത്തിച്ച് അവസാനം ഒരുവിധം കത്തിച്ചെടുത്ത്. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഗ്രില്ല് വെച്ച് കുറച്ച് എണ്ണയൊക്കെ തൂക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഓരോ ചിക്കനായിട്ട് എടുത്ത് ഇങ്ങനെ വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്ന് നേരെ വരട്ടെ. അത് വേവുന്നതും എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ട് വരെ കാത്തിരിക്കുക കേട്ടോ. കാത്തിരിക്കാൻ നാളെ തന്നെ ഞാൻ ഇടുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.